തിരുവനന്തപുരം അമ്പലത്തിങ്കാല എന്ന കൊച്ചു ഗ്രാമത്തെ നടുക്കിയ സംഭവമായിരുന്നു CPM പ്രവർത്തകനായ അശോകന്റെ കൊലപാതകം. 2013 മെയ് 5-നാണ് അശോകനെ രാഷ്ട്രീയ വൈരത്തെ തുടർന്ന് RSS പ്രവർത്തകർ ക്രൂരമായി കൊലപ്പെടുത്തിയത്. കേസിൽ 8 RSS പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. 19 പ്രതികളുള്ള കേസിൽ 8 പേരെ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു. പ്രതികളിൽ ഒരാൾ നേരത്തെ മരണപ്പെട്ടതാണ്. 2 പേർ മാപ്പ് സാക്ഷികളാവുകയും ചെയ്തു. പ്രതികൾക്കുള്ള ശിക്ഷ ഈ മാസം 15-ന് വിധിക്കും. മെയ് 5-നാണ് CPM പ്രവർത്തകനായ അശോകനെ ആലങ്കോട് ജംഗ്ഷനിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. 11 വർഷത്തിന് ശേഷം 8 പ്രതികൾ കുറ്റക്കാരാണെന്ന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. ശംഭു, ശ്രീജിത്ത് ഉണ്ണി, ചന്തു, ഹരി, അമ്പിളി, ചന്ദ്രമോഹൻ, പഴിഞ്ഞി പ്രശാന്ത്, അണ്ണി സന്തോഷ്, സജീവൻ എന്നിവരാണ് കുറ്റക്കാർ. RSS പ്രവർത്തകരായ 19 പേരാണ് കേസിലെ പ്രതികൾ. പ്രതികളിൽ 2 പേർ നേരത്തെ മാപ്പുസാക്ഷികളായിരുന്നു. 8, 9 പ്രതികളായ ശ്രീകാന്ത്, കൊച്ചു സുരേഷ് എന്നിവരാണ് മാപ്പുസാക്ഷികളായത്. ഒരു പ്രതി മരണപ്പെട്ടു. വടിവാളും വെട്ടുകത്തിയുമടക്കമുള്ള മാരകായുധങ്ങളുമായി എത്തിയ സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നാട്ടുകാരെ അകറ്റിയ ശേഷമാണ് അശോകനെ ആക്രമിച്ചത്. കഴുത്തിലും കൈകാലുകളിലും വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം സംഘം സ്ഥലം വിടുകയായിരുന്നു. അശോകനെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശംഭു അമിത പലിശയ്ക്ക് പണം വായ്പയായി നൽകിയിരുന്നത് ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഈ മാസം 15-ന് കോടതി പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം.